തൻ്റെ പേരിലുള്ള ഫ്ലക്സ് ബോർഡുകൾ മാറ്റണം എന്നുള്ളൊരു ആവശ്യം പി ജയരാജൻ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തന്നെ പുകഴ്ത്തിയും നേതൃത്വത്തെ ഇകഴ്ത്തിയുമുള്ള പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണം. ഉൾപാർട്ടി ചർച്ചയാണ് നിലവിൽ ആവശ്യം. സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്ന ചർച്ചകൾ ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം കൂടി പി ജയരാജൻ ആവശ്യപ്പെടുകയാണ്. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുകയാണ് വിവരങ്ങളുമായി. സെയ്ഫ്, തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ പല കോണിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പി ജയരാജൻ വരണം, കേരളത്തിലെ CPM-ന്റെ മുഖമായി പി ജയരാജൻ എത്തണം, ഒപ്പം തന്നെ M സ്വരാജിനെ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യങ്ങളും ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. ഒപ്പം തന്നെ ഫ്ലക്സ് ബോർഡുകളായും വരുന്നു. ഇപ്പോൾ ജയരാജൻ തന്നെ പറയുന്നു, എൻ്റെ പേര് വെച്ചുള്ള പടം വെച്ചുള്ള ചിത്രങ്ങൾ വേണ്ട, അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകൾ വേണ്ട എന്നുള്ളത്. അതെ മഹേഷ്, കഴിഞ്ഞ 2 ദിവസമായി നമുക്ക് കാണാൻ കഴിയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമെല്ലാം പി ജയരാജനെ M സ്വരാജിനെ ഒക്കെ പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം, അതുപോലെ തന്നെ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അണികളുടെ വലിയ ഒരു തള്ളിക്കയറ്റം സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അതിന് മറുപടി എന്നോണമാണ് പി ജയരാജൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ അവസാനം അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഫലത്തെക്കുറിച്ച് അതീവ ഗൗരവമായ പരിശോധന നടത്തുമെന്ന് പാർട്ടി നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായ തിരുത്തൽ നടപടികളും അത്തരം പരിശോധനയും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. പരാജയത്തിന്റെ കാരണക്കാരാരാണെന്ന് പാർട്ടി നേതൃത്വം തന്നെയാണ് പരിശോധിക്കേണ്ടത്. അത് പരസ്യ വിമർശനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പാർട്ടി സംവിധാനമാണ്, ഉൾപാർട്ടി ജനാധിപത്യമാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഉൾപാർട്ടി ജനാധിപത്യത്തിൽ ചർച്ചകളിൽ അഭിപ്രായം പറയണം, തുറന്നു പറയണം അണികൾ ആ വിഷയങ്ങൾ എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. തന്റെ പടം വെച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ എല്ലാവരും നീക്കം ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രകീർത്തിച്ചുകൊണ്ടും പാർട്ടി നേതൃത്വത്തെ ഇകഴ്ത്തിക്കൊണ്ടും നടത്തുന്ന പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. ഉൾപാർട്ടി ചർച്ചയെക്കുറിച്ച് CPM ഭരണഘടന അനുശാസിക്കുന്നത് പിന്തുടരുകയാണ് നിങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഒരു വിഭാഗീയ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന സൂചന ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് പി ജയരാജൻ തന്നെ തന്റെ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണം, അതിനൊപ്പം തന്നെ ഉൾപാർട്ടി ചർച്ചയാണ് പ്രധാനം, പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണം എന്നുള്ള സന്ദേശം അദ്ദേഹം നൽകുന്നത്. ശരി, അത് പാർട്ടിക്കുള്ളിലെ പറയാവൂ എന്നുകൂടിയുള്ള ഒരു സൂചന പി ജയരാജൻ നൽകുകയാണ്. എന്തായാലും തന്റെ ഫോട്ടോ വെച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ വേണ്ട എന്ന് അദ്ദേഹം തുറന്നടിച്ച് പറയുകയാണ്.